ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് എത്തിയൊക്കെ കഴിഞ്ഞ് ആരോഗ്യസ്ഥിതിയൊക്കെ വീണ്ടെടുക്കുകയാണ്. അപ്പോഴും അതിനു മുമ്പും ഒക്കെ ദേവയാനി എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കരൾ കടന്ന ആ പെൺകുട്ടിയെ ഒന്ന് കാണണം എന്നുള്ളത്. ആ കുട്ടിക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കണം. എപ്പോഴും ആ ചിന്തയാണ് ദേവയാനിക്കുള്ളത് കേട്ടോ. അതിനായിട്ട് ജയനോടും ആദർശിനോടും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരാരും അതിനൊരു വിട്ടു തുറന്നൊരു മറുപടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് ദേവയാനി സ്വയം തന്നെ ആ കുട്ടിയെ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ദേവയാനി വീട്ടിലെത്തിയതിന് ശേഷം ആദർശനോട് വീണ്ടും ചോദിക്കുകയാണ്. ആദർശെ, മോനെ നീ പറ, ഏതാണ് ആ കുട്ടി? എനിക്കിപ്പം ആരോഗ്യസ്ഥിതിയൊക്കെ ശരിയായി വരുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ലമ്മേ, അമ്മയ്ക്കിപ്പോൾ ശരിക്കും എണീറ്റ് നടക്കാൻ പോലും ആയിട്ടില്ല. എണീറ്റ് നടക്കാറാവട്ടെ, എന്നിട്ട് നമുക്ക് ആ കുട്ടിയെ പോയി കാണാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്. എത്രയും നല്ല മനസ്സുള്ള ആ പെൺകുട്ടിയെ ഞാൻ കണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? എൻ്റെ മരുമകൾ നയന, അവൾ എത്രമാത്രം ദ്രോഹങ്ങളായിരുന്നു ചെയ്തിട്ട് പോയി കിടക്കുന്നത്. എനിക്ക് ആ പെൺകുട്ടി എന്തായാലും കാണണം. ജയേട്ടനോട് ഒന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് രാത്രിയിൽ ജയനോട് ചോദിക്കുന്നുണ്ട് ദേവയാനി. ചേട്ടാ ഒന്ന് പറ, ആ പെൺകുട്ടി എവിടെയാണെന്നൊന്ന് പറ, എനിക്കൊന്ന് പോയി കാണാനാണെന്ന് പറയുമ്പം ജയൻ പറയാണ്, ഈ അവസ്ഥയിലാണോ ദേവയാനി നീ പോയി കാണുന്നത്? ഈ അവസ്ഥയിൽ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴും ദേവയാനി ചോദിക്കുന്നുണ്ട്, വേണ്ട, എനിക്ക് പോയി കാണണ്ട, ആ കുട്ടിയെ ഒന്ന് വിളിക്ക്. ആ കുട്ടിയെ ഒന്ന് വിളിച്ചു തരുവാണെങ്കിൽ ആ കുട്ടിയോട് എനിക്കൊന്ന് സംസാരിക്കാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ ഉടനെ ജയൻ പറയാണ്, ആ കുട്ടിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ആദർശിൻ്റെ കയ്യിൽ കാണും, അവനോടൊന്ന് ചോദിക്കുക ജയേട്ടാ. അപ്പം ജയൻ പറയാണ്, അവൻ്റെ കയ്യിലുമില്ല, ആ കുട്ടിയുടെ ഫോൺ നമ്പർ ആരുടെയും കയ്യിലില്ല. അപ്പോൾ ദേവയാനി ദേഷ്യപ്പെടുവാണ് ജയനോടെ. അതെന്താ നിങ്ങൾ ആ കുട്ടിയുടെ ഫോൺ നമ്പരൊന്നും വാങ്ങാതിരുന്നത്? ഇത്രയും ഉപകാരം നമുക്ക് വേണ്ടി ചെയ്തു തന്ന ആ കുട്ടിയുടെ ഫോൺ നമ്പരെങ്കിലും ഒന്ന് വാങ്ങി വെക്കേണ്ടായിരുന്നോ ജയേട്ടാ? എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? അപ്പോൾ ജയൻ പറയാണ്, അവരങ്ങനെ കൂടുതൽ വിവരങ്ങളൊന്നും തരാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവർ ഫോൺ നമ്പരും തന്നില്ല, ഞങ്ങൾ വാങ്ങാനും പോയില്ല. ആ കുട്ടിയുടെ വീടൊക്കെ ആദർശിനറിയാം, അവൻ അവിടെ കൊണ്ടാക്കിയതല്ലേ. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ തന്നില്ല. അവർക്ക് ഇതങ്ങനെ പുറത്ത് പറയുന്നതിനോടോ അറിയുന്നതിനോടോ ഒന്നും താല്പര്യമില്ല. പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും അവർ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യാത്തത്. ഇപ്പം ദേവയാനി പറയാം, ചേട്ടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് പ്രത്യുപകാരമായിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ സമ്മാനമായിട്ട് ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കണ്ടേ? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യാം ദേവയാനി, നിനക്കൊന്ന് സുഖമായി വന്നോട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് വരികയാണ്. അങ്ങനെ ആകുമ്പോഴും ദേവയാനി വീണ്ടും ആദർശിനോട് ഈ കാര്യം തന്നെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൂടെയുണ്ട് കേട്ടോ. അവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ടാണ് ആദർശിനോട് ചോദിക്കുന്നത് ദേവയാനി. എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടി, ഇതുവരെ ആദർശൻ നീ ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും പറഞ്ഞില്ല, ഒരു ഫോട്ടോ പോലും എന്നെ കാണിച്ചു തന്നിട്ടില്ല. എനിക്കറിയാനുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചത് ആ കുട്ടിയല്ലേ. അവളെ ഒന്ന് കാണാനോ എന്തെങ്കിലും ഒരു സമ്മാനം അവൾക്ക് കൊടുക്കാനോ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോ ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദർശ് പറയാം, അതിനെന്താ, അമ്മയ്ക്ക് പ്രാർത്ഥിക്കാമല്ലോ അവൾക്ക് വേണ്ടി. അല്ല ആദർശേ, എനിക്ക് ആ കുട്ടിയെ കാണണം. നിങ്ങൾ എന്താ ആ കുട്ടിയെ എന്നിൽ നിന്നും ഇങ്ങനെ മറച്ചു വെക്കുന്നേ? അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, അതൊക്കെ കാണാൻ ദേവയാനി, നീ എന്തെങ്കിലും അറിയാം ആ കുട്ടിയെക്കുറിച്ച്? അപ്പോൾ കണ്ടാൽ പോരെ, ഇപ്പം തന്നെ പോയി കാണണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാണ്, അതല്ല അച്ഛാ, എനിക്ക് ആ കുട്ടിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കണം. പണമായിട്ട് കൊടുത്താൽ അവർ വാങ്ങില്ലായിരിക്കും, പക്ഷെ അതൊരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാം. അവൾക്ക് സന്തോഷമാകട്ടെ, ഒരിക്കലും അവൾ ബുദ്ധിമുട്ടാനോ മനസ്സ് വേദനിക്കാനോ ഒന്നും ഇനി സാധ്യതയില്ല എന്ന് പറയണം. അപ്പം മുത്തശ്ശൻ പറയാണ്, അത് നേരാ ദേവയാനി, അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കുട്ടിയുടെ മനസ്സിനെ നീയായിട്ട് വേദനിപ്പിക്കരുതെന്ന് പറയും. ഞാനായിട്ട് എങ്ങനെ വേദനിപ്പിക്കാനാച്ചാ? ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, അഥവാ ഇനി നീ കണ്ടാലും നിനക്ക് വേണ്ടി അത്രയും വലിയ ഉപകാരം ചെയ്ത കുട്ടിയെ ഒരിക്കലും നീ മറക്കരുത്. അതുപോലെ തന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇനി നീയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറയാം. അപ്പോഴും ദേവയാനി പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഇവരാരും ആ കുട്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് പറയുന്നില്ല, ഒന്ന് ഫോൺ ചെയ്തു പോലും തരുന്നില്ലല്ലോ അച്ഛാ എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, അതൊക്കെ സമയമാകുമ്പം ആദർശം ജയനും ഒക്കെ ചെയ്യും ദേവയാനി എന്ന് പറയാം, നീ ഒന്ന് ക്ഷമിക്കുന്നു. ദേവയാനിക്ക് അങ്ങനെ ഒട്ടും ക്ഷമയില്ല കേട്ടോ.
ദേവയാനി ഇങ്ങനെ ഊണിലും ഉറക്കത്തിലും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. അത്രയും നല്ല മനസ്സുള്ള ആ കുട്ടിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ മരുമോളെ പോലെ അല്ലല്ലോ, ഏതായാലും അവൾക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കായിരുന്നു, ഒന്ന് നന്ദി പറയായിരുന്നു. ഇപ്പോൾ എനിക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ ശരിയായല്ലോ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അതേസമയം നമ്മുടെ ആദർശാണെങ്കിൽ നയനയുടെ അടുത്ത് എത്തുമ്പോൾ പറയുന്നുണ്ട് നയനയോട്, നയനെ, അമ്മ എപ്പോഴും ചോദിക്കുന്നുണ്ട് ആ കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ച്, നിൻ്റെ കാര്യം ഞാൻ അമ്മയോട് സൂചിപ്പിക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, പെട്ടെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല, അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമല്ലേ, അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ആദർശേട്ടൻ ഇതൊന്നും പറയാൻ പോകണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാണ്, എത്ര കാലം കൂടി ഇത് മറച്ചു വെക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതുപോലെ അമ്മ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ കുട്ടിയെ എന്ന് പറയുമ്പം നയന പറയാം, വേണ്ട ആദർശേട്ടാ, അതിനൊക്കെ സമയമാകുമ്പോൾ നമുക്ക് പറയാം, ഇപ്പം ധൃതി വെച്ച് പറഞ്ഞാൽ അമ്മയ്ക്ക് അതൊരു ഷോക്കായാലോ. അങ്ങനെ അവരത് മറച്ചു വെക്കുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി അനിയോടും ഈ കാര്യം ചോദിക്കുകയാണ്. അനി, നീയെങ്കിലും പറ, ആരാണ് ആ കുട്ടിയെന്ന്? നിങ്ങളോട് പലരോടും ഞാൻ മാറി മാറി ചോദിച്ചു, ഇവിടെ മറ്റുള്ള പലർക്കും അറിയില്ല, പക്ഷേ നീയെങ്കിലും ഒന്ന് പറ വല്യമ്മയോട്. അപ്പം അനി പറയാണ്, എനിക്കറിയില്ല വല്യമ്മയെ, അതൊക്കെ ആദർശേട്ടനും വല്യച്ഛനും മാത്രമേ അറിയുള്ളൂ, എനിക്കറിയില്ല എന്ന് പറയാം. അനാമിക അന്നേരം അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പം അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ വല്യമ്മയെന്ന് ചോദിക്കുക. അപ്പം ദേവയാനി പറയാം, ആ കരൾ തന്ന കുട്ടി, ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് ഞാൻ ഇവനോട് പറയായിരുന്നു, അപ്പോൾ ഇവൻ അതറിയില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ അനാമിക പറയാണ്, ആ അതറിയാമെങ്കിലും പറയില്ലല്ലോ എന്ന് പറയാണ്. എന്താ അനാമിക നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക ദേവയാനി. അപ്പോൾ പറയാണ്, അല്ല വല്യമ്മേ, വല്യമ്മയ്ക്ക് ഇനി ആ കുട്ടിയെ കാണണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ വല്യമ്മ ആ കുട്ടിയുടെ അടുത്ത്, ഞാൻ അറിഞ്ഞു കഴിയുമ്പം എങ്ങനെയും അറിഞ്ഞിട്ട് വല്യമ്മയെ കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ കുട്ടിക്ക് കുറച്ച് സ്വർണ്ണാഭരണമൊക്കെ സമ്മാനമായിട്ട് കൊടുക്കണം എന്ന്. അപ്പോൾ അത് അനാമികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അനാമിക അന്നേരം മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, അന്ന് അമ്മയും അച്ഛനും പറഞ്ഞതാ കരൾ കൊടുക്കാൻ, അതന്ന് ചെയ്തിരുന്നേ ഇവരുള്ളത് മുഴുവൻ എനിക്ക് എഴുതി തന്നേനെ, ഇപ്പം അതും പോയി കിട്ടിയല്ലോ എന്നിങ്ങനെ മനസ്സിലൊക്കെ വിചാരിക്കുകയാണ്. ദേവയാനിക്ക് എന്നിട്ടും കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. അങ്ങനെ ദേവയാനിക്ക് ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെക്കപ്പിൻ്റെ സമയമായി കേട്ടോ. അങ്ങനെ ദേവയാനിയും കൊണ്ട് ആദർശും ജയനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ചെക്കപ്പൊക്കെ നടത്തിയൊക്കെ കഴിയുമ്പം ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഡോക്ടറോട് ഇക്കാര്യം ഒന്ന് ചോദിച്ചാലോ എന്ന്. ആദർശും ജയനും ഒക്കെ പുറത്ത് നിൽക്കുന്ന സമയം ദേവയാനി ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, അത് ഡോക്ടറെ, ഒരു കാര്യം അറിയാനാണ്, എൻ്റെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ 2-3 മാസമൊക്കെ ആയി സർജറി കഴിഞ്ഞിട്ട്, എനിക്കാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. ഡോക്ടർ ചോദിക്കുക, എന്താ? അത് എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടി അവൾ ഏതാണെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. ആദർശിനോടും ജേട്ടനോടും ഒന്നും ചോദിച്ചിട്ട് അവരാരും ഒരു മറുപടി തരുന്നില്ല. ആ കുട്ടിക്ക് പുറത്തറിയരുതെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ വേറെ ആരോടും പറയില്ല, എനിക്ക് ആ കുട്ടി ആരാണെന്ന് അറിയും, അവളെ ഒന്ന് പോയി കണ്ട് നന്ദി പറയുകയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുമ്പം ഡോക്ടർ പറയാണ്, ദേവയാനി അവരത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ പറയാണ്, അല്ല, എൻ്റെ മരുമകളെ പോലെ ഒരു ദുഷ്ടയല്ലല്ലോ അവൾ, അത്രയ്ക്ക് സ്നേഹമുള്ള ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം, ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത അവളെ എനിക്ക് കാണണം ഡോക്ടർ, ഇല്ല എൻ്റെ മാനസിക നില തന്നെ തകർന്നു പോകുമെന്ന് പറയാം. അപ്പോൾ ഡോക്ടർ പറയാണ്, ഇവിടുത്തെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ അതൊക്കെയുണ്ട്, ദേവയാനിക്ക് ഞാനത് തരാം, അത് ചെക്ക് ചെയ്ത് ദേവയാനി ആരാണെന്ന് സ്വയം മനസ്സിലാക്കിക്കോ, ഞാനായിട്ട് പറയുന്നില്ല എന്ന് പറയും. അപ്പോൾ ദേവയാനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഡോക്ടർ ആ റെക്കോർഡ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ദേവയാനിയുടെ കയ്യിൽ. അപ്പോൾ ദേവയാനി ഇങ്ങനെ പെട്ടെന്ന് ഡോക്ടറിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഈ റെക്കോർഡ്സൊക്കെ ഇങ്ങനെ മറിച്ച് വായിച്ചു നോക്കുകയാണ്. അപ്പോൾ വായിച്ചിങ്ങനെ നോക്കുമ്പോൾ കരൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് നയനയാണ്. നയനയുടെ പേരും അഡ്രസ്സും എല്ലാം കൂടെ കാണുമ്പോഴേക്കും ദേവയാനി ഞെട്ടിപ്പോവാണ് കേട്ടോ. ദേവയാനി ഡോക്ടറോട് ചോദിക്കുകയാണ്, ഇവള് നയനയാണോ എനിക്ക് കരൾ തന്നത്? അപ്പോൾ ഡോക്ടർ പറയാണ്, ഞങ്ങൾക്ക് റെക്കോർഡ്സിൽ കള എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ദേവയാനിക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ല കേട്ടോ. എല്ലാവരും കൂടെ ദേവയാനിയോട് മറച്ചു വെച്ചതും നയന ചെയ്ത ഉപകാരവും എല്ലാം കൂടെ ആയിട്ട് ആ റെക്കോർഡ്സ് തിരിച്ച് ഡോക്ടറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ മനസ്സിലൊരു ഭാരമൊക്കെ ഇട്ട് ദേവയാനി പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്